നമസ്കാരം സുഹൃത്തുക്കളെ, ലൈവിലേക്ക് സ്വാഗതം. നയൻ തിരുവല്ലായിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങളുടെ നദീതീരത്ത് ഇങ്ങനെ കുറച്ചു നേരം ഒന്ന് നിൽക്കാനിടയായി. ഞങ്ങളുടെ വീടിന് സമീപത്തോടെ പോകുന്ന നദിയാണിത്. ഇത് കണ്ടില്ലേ, മുളയൊക്കെ കണ്ടോ? ഒരു മുളങ്കൂട്ടത്തിനിടയിലാണ് ഞാൻ നിൽക്കുന്നത്. മുളങ്കൂട്ടം അത് ഞങ്ങളുടെ അതിൽ കൂടെയാണ് ഈ നദി ഒഴുകുന്നത്. മണിമലയാറ് എന്ന് പറയും. നിങ്ങൾക്ക് മണിമലയാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ 40 നദികളിൽ എണ്ണപ്പെട്ട ഒരു നദിയാണ് മണിമലയാർ. ഏകദേശം 96 കിലോമീറ്റർ എങ്ങാണ്ടാണ് ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 96 കിലോമീറ്റർ. പെരുവന്താനം എന്ന് പറയുന്ന സ്ഥലം അത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ പ്രഭവസ്ഥാനത്ത് നമ്മുടെ ഒരു സുഹൃത്ത് താമസിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് അലക്സേട്ടൻ ലൈവ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ താഴെയായിട്ട് വന്നിട്ടാണ് ഈ നദി ഞങ്ങളുടെ പറമ്പിൻ്റെ സമീപത്തൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ഇനിയും ഏകദേശം ഒരു 12-13 കിലോമീറ്ററുടെ താഴോട്ട് ചെല്ലുമ്പോൾ പമ്പ എന്ന് പറയുന്ന കേരളത്തിലെ 3ാമത്തെ വലിയ നദിയാണ് പമ്പ. ഭാരതപ്പുഴ, പെരിയാറ്, പമ്പ നദി 3ാമത്തെ നദിയാണ്. ശബരിമലയിൽ നിന്നൊക്കെ പുറപ്പെടുന്ന നദിയാണ് പമ്പാ നദി. ആ നദിയിലേക്ക് വിലയം പ്രാപിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെയും കുറേ കൂടെ താഴോട്ട് ചെല്ലുമ്പോൾ വിയപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അച്ചൻകോവിലാറുമായിട്ട് യോജിച്ച് അങ്ങനെ പിന്നെയും കുറേ താഴെ കൂടെ കുട്ടനാട്ടിൽ കൂടെ ഒഴുകി ഈ നദിയെല്ലാം കൂടെ ചേർന്ന് വേമ്പനാട്ട് കായലിൽ പതിക്കുകയാണ്. അങ്ങനെയാണ് ഈ നദിയുടെ